തിരുവനന്തപുരം വർക്കലയിൽ യുവതിയെ അക്രമി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ടത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് ശ്രീകുട്ടിയെ നടുവിന് ചവിട്ടി പുറത്തേക്ക് തള്ളിയിട്ടു. പ്രകോപനത്തിന് കാരണം വഴിമാറി കൊടുക്കാത്തതെന്ന് പോലീസ് എഫ്ഐആർ. സുരേഷ് സ്ഥിരം മദ്യപാനിയാണെന്നും പോലീസ് പറഞ്ഞു. ഗുരുതര പരിക്കേറ്റ ശ്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. സിജോ വി ജോൺ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത്. സിജോ, എഫ്ഐആറിൽ എന്താണ് പറയുന്നത്? ഇത്തരത്തിൽ ഈ സ്ത്രീകുട്ടിയെ ട്രെയിനിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള കാരണമായി പറയുന്നത് ഈ സ്ത്രീകുട്ടിയും സുഹൃത്തും കൂടി ട്രെയിനിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ വാതിക്കലാണ് നിൽക്കുന്നത്. വാതിക്കൽ നിൽക്കുന്ന സമയത്ത് സുരേഷ് അങ്ങോട്ട് വരുന്നു. അപ്പോൾ വഴിമാറി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ആ വഴിമാറി കൊടുക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ അവരവിടുന്ന് മാറിയില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ള പ്രകോപനത്തിനാണ് ഇയാൾ ഇവരെ ചവിട്ടി പുറത്തേക്ക് വിടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഇൻസിഡന്റ് കാരണമെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അതായത് പോലീസ് ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. പക്ഷേ ഇന്നലെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇപ്പോഴും സുരേഷ് പറയുന്നത്. താൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നു. തനിക്കൊരു പരിചയമില്ലാത്ത ആളാണ്, അതുകൊണ്ട് എന്തിനാണ് താൻ ഇങ്ങനെ ആളുകളെ ചവിട്ടി പുറത്തേക്ക് വിടുന്നത് എന്നുള്ള കാര്യമാണ് അയാൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നത്. പക്ഷേ എഫ്ഐആറിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് അതിൽ പ്രകോപനത്തിനുണ്ടായ കാരണം വഴി മാറിയില്ല എന്നുള്ളതാണ്. ഈ സ്ത്രീകുട്ടിയെ മാത്രമല്ല, ഈ സ്ത്രീകുട്ടിയെ ചവിട്ടി ട്രെയിനിന് പുറത്തേക്ക് വിടുന്നു. അതിനുശേഷം ഇത് കണ്ട് ഓടി നിന്ന ഇവിടെ സുഹൃത്ത് എത്തുന്നു. അർച്ചന എത്തുന്ന സമയത്ത് അവരെയും കയ്യിലും കാലിലും പിടിച്ച് എടുത്ത് പുറത്തേക്ക് എറിയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒരാളെയല്ല, രണ്ടുപേരെയും ഇത്തരത്തിൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ട്രെയിനിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നത്. പോലീസ് എന്താണ് പറയുന്നത് സിജോ? അതായത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ എന്ന് പറയുമ്പോൾ ഇയാൾ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ഇയാൾ മദ്യപിച്ചിരുന്നു. ഈ വഴി മാറി കൊടുക്കാത്തതിന്റെ ഒരു പ്രകോപനമാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി ശ്രീകുട്ടിയെ ആദ്യം എടുത്ത് പുറത്തോട്ട് എറിയുക. അതിനുശേഷം ഇയാളെ കൂടെ ഉണ്ടായിരുന്ന ശ്രീകുട്ടിയുടെ സുഹൃത്തിനെയും കയ്യിലും കാലും പിടിച്ചുകൊണ്ട് എടുത്ത് എറിയാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അവർ ആ കമ്പിയിൽ പിടിച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് പുറത്തേക്ക് പോകാതിരുന്നത്. അതിനുശേഷം ആളുകൾ അവിടെ എത്തി ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകളുണ്ട്. കാരണം ഇയാൾ ഈ സ്ത്രീകുട്ടിയെ എടുത്ത് ദൂരത്തേക്ക് എറിയാൻ ശ്രമിക്കുന്നത് ഇവരുടെ സുഹൃത്ത് കണ്ടിട്ടുണ്ട്. അവർ കണ്ടു എന്നുള്ള കൃത്യമായ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രകോപനപരമായ രീതിയിൽ ഈ സ്ത്രീകുട്ടിയോട് ഇവർ സംസാരിക്കുന്നത്, ഈ സുരേഷ് സംസാരിക്കുന്നത് ആളുകൾ കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരായിട്ടുള്ള ആളുകളാണ് ഉടൻ തന്നെ ഇയാളെ വന്ന് പിടിക്കുകയും കീഴ്പ്പെടുത്തുകയും പോലീസിനെ കൈമാറുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രതിക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരം തമ്പാനൂരിലുള്ള പോലീസ് സ്റ്റേഷനിലാണ്, റെയിൽവേയുടെ പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ പ്രതിയുള്ളത്. വിശദമായി ചോദ്യം ചെയ്ത് വരികയാണ്. ഇന്നലെ മദ്യലഹരിയിലായിരുന്നു. അപ്പോൾ പരസ്പര വിരുദ്ധമായ പല കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്നും ചോദ്യം ചെയ്യുന്നതിനിടയിൽ നമ്മൾ അല്പസമയം മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ അതേ കാര്യം തന്നെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും പ്രതിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോകാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഒരു ആശ്വാസമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയുന്നത് ഈ സ്ത്രീകുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. വെന്റിലേറ്ററിലാണ് എന്നുള്ള കാര്യം പറയുന്നു. പക്ഷേ അത് ഈ ചികിത്സയുടെ ഭാഗമായി മാത്രമാണ് വെന്റിലേറ്ററിലുള്ളത്. ഇന്നലെ ഏറെ ആശങ്ക ഉണ്ടാക്കിയ ഒരു കാര്യം, ഈ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ഉടനെ തന്നെ അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് വെന്റിലേറ്ററിലോട്ട് മാറ്റി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനുശേഷമാണ് ആരോഗ്യനില ഇപ്പോൾ തൃപ്തികരമായ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഗുരുതരമായ പരിക്കുകളില്ല. പക്ഷേ ആന്തരിക രക്തസ്രാവം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 48 മണിക്കൂർ ഒബ്സർവേഷനിലാണ്. ICUവിൽ തന്നെ ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. നമുക്കറിയാം, എത്രയോ നാളുകളായി ഇത്തരത്തിൽ ട്രെയിനുകളിൽ സ്ത്രീകൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു വാക്കുകൾ മാത്രമാണ് ഉണ്ടാകുന്നത്. പലപ്പോഴും അത്തരം സുരക്ഷ ഉണ്ടാകുന്നില്ല. അതിന്റെ ഒരു അവസാനത്തെ ഉദാഹരണമായി ശ്രീകുട്ടിയുടെ ഇൻസിഡന്റ് മാറുകയാണ്. ശരി.